മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് സംസാരിക്കും. എം.എൽ.എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരും ജില്ലാ കലക്ടറും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പ്രസൻറ്റേഷൻ അവിടെ അവർക്ക് കാണുന്ന നിലയിലേക്ക് അവിടെ അവതരിപ്പിച്ചിരുന്നു. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അവർ സ്ഥലം കൂടി കാണുകയാണ്. കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടു. ഇന്നലെ അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും സംസാരിച്ചിരുന്നു. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം അവർ നല്ല നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെ L3-യിൽ പെടുത്തണമെന്നുള്ള ആവശ്യം ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളും സഹായങ്ങളും എല്ലാം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരോട് പൊതുവേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ആഴം അവർക്ക് ശരിയായ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് സംസാരിക്കുകയായിരുന്നു. ഇന്ന് നടന്ന ജനകീയ തെരച്ചിലുമായി ബന്ധപ്പെട്ട അടക്കം വിവരങ്ങൾ അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? ആളുകളുടെ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സജോ, ഉന്മേഷ്, നമ്മളോടൊപ്പം കുറച്ച് ജനപ്രതിനിധികൾ കൂടി ചേരുകയാണ്. മെമ്പറെ ഒന്ന് പറയണേ. ഇവിടെയുള്ള ജനപ്രതിനിധികൾ കൂടിയുണ്ട്. മെമ്പർ ഒന്ന് തിരിഞ്ഞു മെമ്പറെ, അങ്ങോട്ട് എന്താണ് ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ നിങ്ങളോട് പറഞ്ഞു? ഇപ്പോൾ പഞ്ചായത്തിൽ റവന്യൂ വിഭാഗവും എല്ലാവരും കൂടി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇപ്പോൾ? അങ്ങനെ ഔദ്യോഗികമായിട്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പം ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്കടക്കം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 മണിക്ക് ശേഷം ഇന്നലെ വരെ അമ്പൂത്തി സ്കൂളിൽ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി, അമ്പൂത്തി സ്കൂളിലേക്ക് തന്നെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. എനിക്ക് ജർക്കിങ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിലടക്കം ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മൈൻഡാക്കാതെ വന്നതെന്താ വെച്ചാൽ റോഡ് സൈഡിലെ വീട്. അപ്പോൾ ഈ അതെ അങ്ങനെയാണ് വിചാരിച്ചത്. നമുക്ക് കുറച്ച് നമ്മുടെ ജിയോളജിന്നും റവന്യൂ എന്നൊക്കെ ആൾക്കാർ വന്നല്ലോ, അവരെന്താണ് ഒരു ഇപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല അവരൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ നിലയിലും അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ആധികാരികമായി എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെയും കാണുന്നത്. ഈ പ്രത്യേക സംഭവം കേന്ദ്ര സംഘത്തെ അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി. അവരും വരുമ്പോഴാണ് ഇത് നടന്നിട്ടുള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഗൗരവത്തെക്കുറിച്ച് അവർക്കും ശരിയായ അർത്ഥത്തിൽ ബോധ്യമായിട്ടുണ്ട്. ഇല്ല, അത് ബാധിക്കില്ല എന്നാണ് കരുതുന്നത്. അത് L3-യിൽ പെടുത്തണമെന്നുള്ളതാണ് ആവശ്യം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ ഇതുപോലെ തുടർച്ചയായി ദുരന്തമുണ്ടായ 3 സംസ്ഥാനങ്ങൾക്ക് വലിയൊരു തുക മാറ്റിവെച്ചിട്ടുണ്ട്. ആ നിലയിൽ കേരളത്തെയും പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലയിൽ തന്നെ കേരളത്തെ പരിഗണിക്കണം. അതെ, ഇന്ന് തന്നെ അവർ വൈകുന്നേരം ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിക്കും. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് സംസാരിക്കുകയായിരുന്നു. സജോ തുടരുന്നുണ്ട്. സജോ, മന്ത്രിയും ഇക്കാര്യത്തിൽ ആ പ്രകമ്പന ശബ്ദവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അതെന്താണെന്ന് തിരക്കാൻ ആവശ്യപ്പെട്ടതായും അറിയിക്കുന്നുണ്ട്. സജോ, അവിടെ നിന്നുള്ള മറ്റു പ്രതികരണങ്ങൾ കൂടി ലഭ്യമാക്കാമെന്ന് കരുതുന്നു. ഉന്മേഷ്, അതാണ് നേരത്തെ സംസാരിച്ച മെമ്പറും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇവിടുത്തെ ജനപ്രതിനിധികളാണോ നിങ്ങൾ? അതായത് ഈ പ്രദേശത്ത് തന്നെയുള്ള ആൾക്കാരാണോ? അതെന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രാഥമികമായ വിവരം എന്താണ്? റവന്യൂ അങ്ങനെയൊക്കെയുള്ള 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെയൊരു ജർക്കിങ്ങും അതുപോലെ ഒരു തരിപ്പും ഭയങ്കര ഒരു സ്ഫോടനം പോലെ ഒരു സൗണ്ടും ഉണ്ടായി, ഭയങ്കര ഉഗ്ര ഇടിവെട്ടുന്ന പോലെ ഒരു സൗണ്ടും ഉണ്ടായി എന്ന് പറഞ്ഞത്. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളാണ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളവിടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ആളുകളോട് ചോദിച്ചപ്പോൾ ഇവിടെ അതേപോലെ സൗണ്ട് ഉണ്ടായി, അതേപോലെ തരിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവം ഉണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജിയോളജിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി, ജിയോളജിക്കാരെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പക്ഷേ എന്താണെന്നൊരു സ്ഥിരീകരിച്ച അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചൊരു നിഗമനത്തിലേക്കൊന്നും ഇതുവരെ എത്തിച്ചേരാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ഇവിടുന്ന് ആളുകളെ മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ മറ്റോ നിർദ്ദേശമായി വരികയോ ചർച്ച നടത്തുകയോ ചെയ്യുന്നു? ഇവിടെയുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് മേപ്പാടിയിലുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കയുള്ളത് കൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സുരക്ഷിതത്വം കണക്കിലെടുത്ത് നമ്മൾ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ എല്ലാ ആളുകളും തന്നെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ശബ്ദം കേട്ടു, അങ്ങനെയൊക്കെ ഈ കാര്യങ്ങളും ആളുകൾ പക്ഷേ
സ്ഥിരീകരിച്ച് തന്നെ പറയുന്നുണ്ട് അല്ലേ? പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെയുള്ള ജനപ്രതിനിധികളും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയും ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെയും പഞ്ചായത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഈ നിലയ്ക്ക് ഇങ്ങനെ കേട്ടു, തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ശബ്ദം കേട്ടു, പ്രകമ്പനം ഉണ്ടായി എന്നതാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി വലിയൊരു ആശങ്കയുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ നിലവിൽ ആ സ്ഥലത്ത് തന്നെയുണ്ട്. ഒപ്പം വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകളുണ്ട്, റവന്യൂ വിഭാഗത്തിൽ നിന്നുള്ള ആ പരിശോധന ഉണ്ട്. റവന്യൂ ടീം എല്ലാ ടീംസും ഇപ്പോൾ തത്കാലം ഫീൽഡിലാണ്. ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്ഷൻസ് കൊടുക്കും. പക്ഷേ ആളുകൾക്കൊരു ഭയമുണ്ട് ഈ വർഷത്തിൽ എന്തെങ്കിലും. ബിക്കോസ് നമുക്ക് ഇപ്പം നിലവിലെ ഒരാഴ്ച മുമ്പേ അല്ലേ നമുക്ക് ഇതൊക്കെ എല്ലാം സംഭവിച്ചത്. സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട്. ഓക്കെ, ദർ ഓൾ ലുക്കിംഗ് ഇൻ ടു ദോസ് തിങ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇവാക്യുവേഷൻ ചെയ്യൂ. ഒരു പാനിക് ആവണ ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. യെസ് പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും ഫീൽഡിലാണ്. അല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ അല്ല, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത്? ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവാക്യുവേഷൻ ചെയ്യും. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഉള്ള ഇൻഫർമേഷൻ കിട്ടിയ സ്ഥലങ്ങളിലെ ഓൾറെഡി ഒരു പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരെയും അലർട്ട് ചെയ്യും, നിങ്ങളെയും അലർട്ട് ചെയ്യും. ഓക്കെ, കുറച്ച് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊന്ന് പരിശോധിച്ചിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ കൊടുക്കും. നമ്മൾ ഇൻസിഡന്റിന്റെ മുഴുവനായിട്ട് ഒരു ബ്രീഫിംഗ് നമ്മൾ അവർക്ക് ചെയ്തു. എങ്ങനെയാണ് സംഭവിച്ചത്, ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ഡാമേജിന്റെ ഒരു അസസ്മെന്റും ഇതുവരെ നമ്മൾ നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷനും ക്യാമ്പ്സിന്റെ കാര്യങ്ങളും ബോഡി മാനേജ്മെന്റ് മുഴുവൻ കാര്യങ്ങളും നമ്മൾ വളരെ നല്ല രീതിയിൽ അവർക്ക് ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ടും അവർ പോസിറ്റീവായിട്ടും മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് അവർ ഒരു സൈറ്റ് ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, സൈറ്റ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഡീബ്രീഫിംഗും ഉണ്ടാവും. യെസ്, താങ്ക് യു. വയനാട് ജില്ലാ കളക്ടറാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുന്നു, പരിഭ്രാന്തി വേണ്ട എന്ന് ജില്ലാ കളക്ടർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി എന്താണ് ആ ഉഗ്രശബ്ദത്തിൻ്റെ കാരണമെന്നുമായി ബന്ധപ്പെട്ട് ഇതിനോടകം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ സമയത്ത് ലഭ്യമാക്കാമെന്ന് കൂടി ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട്. നേരത്തെ അവിടുത്തെ നടത്തിയ ആളുകളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കളക്ടർ വിവരങ്ങൾ നൽകിയിരുന്നു. ആളുകളുടെ പരിഭ്രാന്തി കാരണം ആ മേഖലയിൽ നിന്ന് ചിലരെയൊക്കെ മാറ്റുന്ന കാര്യമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത് എങ്കിൽ ഇപ്പോൾ പരിഭ്രാന്തി വേണ്ട എന്ന് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആളുകളുടെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. ഏതായാലും വയനാട്ടിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉഗ്ര ശബ്ദം കേട്ടു, പ്രകമ്പനമുണ്ടായി എന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതൊരു ഭൂചലനമാണ് എന്നുള്ള തരത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണമില്ല. ഔദ്യോഗിക ഏജൻസികൾ ഒന്നും ഇത് ഭൂചലനമാണ് എന്ന് സ്ഥിരീകരിക്കുന്നില്ല.